ഡോക്ടർ ആരിഫ് ഹുസൈൻ, ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആശയത്തെ തന്നെ ഇല്ലാതാക്കണം, ആശയത്തിൻ്റെ അടിവേര് അറുക്കണം. അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ആരാണ്? ഈ സമുദായത്തിൽ നിന്ന് തന്നെയല്ലേ, അല്ലേ? ഈ മത നേതാക്കന്മാർ തന്നെയല്ലേ? പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരൊക്കെ ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവരെയൊക്കെ, ഈ മുസ്ലിങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ വലിയൊരളവോളം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ വിഭാഗം ഇരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള പരമാവധി വേദികൾ അത് ഉണ്ടാക്കുക. ആ ഒരു ക്യാൻവാസിൽ തന്നെയല്ലേ ഈ പറഞ്ഞ മത നേതാക്കന്മാരും ഈ സംഘടനകളുടെ നേതാക്കന്മാരും ഒക്കെ കാണുന്നത്, അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇത് ചില മുസ്ലിങ്ങളുടെ കുഴപ്പമാണ്, ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പൊതുവെ പറയപ്പെടാറുള്ളത്. അത് തിരുത്തണം എന്നാണ് തുടക്കത്തിലേ പറഞ്ഞത്. അതായത് ഇത് മുസ്ലിമിന്റെ പ്രശ്നമല്ല, ഇത് ഇസ്ലാം എന്ന ആശയത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ആ ആശയം എന്ന നിലയ്ക്ക് ഇസ്ലാമിലെ ഇത്തരത്തിൽ ഒരു രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ ഉപയോഗിക്കേണ്ട രീതികളുമായി ബന്ധപ്പെട്ട് അത് ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലെ അല്ലെങ്കിൽ ഏത് ആൽഫബറ്റ് ഇട്ടിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയാലും അവർ ചെയ്യുന്നത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് പ്രശ്നമാണ്, അത് ഭീകരതയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിന്റെ കാരണം എന്താ? ഇതേ സാധനം തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഉള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അൽഖ്വയ്ദ ആയാലും ഐസിസ് ആയാലും ബൊക്കോ ഹറാം ആയാലും JNIM എന്ന് പറയുന്ന സംഘടന, ഹമാസ് ആയാലും എല്ലാവരും, താലിബാൻ അടക്കം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇവരൊക്കെ ചെയ്യുന്ന സംഗതികളിൽ അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരെണ്ണം. ഇതുവരെ ആരും അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് വന്നിട്ട് ഇതുപോലെ നിങ്ങൾ ആരിഫ് പറഞ്ഞതിൽ ഇന്നത് അനിസ്ലാമികമാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വരാൻ കഴിയുന്നില്ല. ഇതുപോലെ ഇപ്പോ യസീദി പെൺകുട്ടികളെയൊക്കെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് അവരെ ലൈംഗികമായിട്ട് ബലാത്സംഗം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെല്ലാം മാതൃക ഇസ്ലാമിൽ തന്നെ കാണുകയാണ്. മുഹമ്മദ് നബി പോലും അത് ചെയ്തതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു ഹദീസുകളിലൂടെ. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാൻ ആർക്കാ സാധിക്കുക? ഇവിടെ ചോദിച്ചല്ലോ, ഇത് ചെയ്യേണ്ടത്, ഈ ആശയത്തിന്റെ ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കേണ്ടത് മതത്തിനകത്ത് നിന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സാധ്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത്ര കുഴപ്പം പിടിച്ച സംഗതിയൊന്നുമല്ല, അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇന്നും ചേകനൂർ മൗലവിയുടെ ശവശരീരം പോലും കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ നമ്മളെയൊക്കെ വേട്ടയാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതുപോലെയാണ് വേട്ടയാടുന്നത്? അപ്പോൾ മതത്തിനകത്ത് നിന്നുകൊണ്ട് ഇതുപോലൊരു കാര്യം പറയാന്ന് പറയുന്നത് അത് ഇസ്ലാമിനകത്ത് സാധ്യമല്ല എന്നത് തന്നെയാണ് ഇത് വലിയ തോതിൽ വിമർശനം നമ്മളിൽ ഉൾപ്പെടെ ഉള്ള ആളുകളിലൂടെയൊക്കെ ഇത് നേരിടേണ്ടി വരുന്നത്. കാരണം ഇസ്ലാമിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരാശയം എന്ന നിലയ്ക്ക് ഇസ്ലാം എപ്പോഴും അതിനെ ചെറുത്ത് നിൽക്കും. അത് ജനാധിപത്യ രീതിയിലുള്ള സംഭാഷണങ്ങളോ അത്തരത്തിലുള്ള ഡിബേറ്റ്സ് ആണെങ്കിൽ പോലും അത് നേരിടാനുള്ള ഒരു കെൽപ്പ് ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നത് ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിമർശിച്ച ആളുകളെ കൊന്നു തള്ളിയ ചരിത്രം തന്നെയാണ് ഇസ്ലാമിനുള്ളത്. അത് പാല് കൊടുത്ത് ഉറങ്ങുന്ന സ്ത്രീ ആണെങ്കിൽ പോലും വയറ്റില് കത്തി കുത്തി ഇറക്കിയിട്ട് അതില് സന്തോഷിക്കുന്നു. മഅ്ദിനിയൊക്കെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുഹമ്മദ് നബിയെ വിമർശിച്ച ആളെ കൊന്നിട്ട് തല ഫുട്ബോൾ പോലെ തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്ന ആ പ്രസംഗമൊക്കെ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട്, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെയാ മതത്തിനകത്തുള്ള ഒരാൾ പറയാ? അപ്പൊ ഞാൻ പറയുന്നത് ഇത് മതത്തിനകത്തുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ പിന്നെ ആര് പറയും? നമ്മൾ പൊതുസമൂഹം പറയണം. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു വഴി ഇവിടെ ഇല്ല. കാരണം എന്താണ്, മറ്റു മതങ്ങളെയും മറ്റ് വിശ്വാസ രീതികളിലെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മതങ്ങളെയും ആശയങ്ങളെയും വിമർശിച്ചുകൊണ്ട് എങ്ങനെയാണോ ഇവിടെ ഒരു നവോത്ഥാന ശ്രമം നടത്തിയത്, സമാനമായ രീതിയിൽ പൊതുസമൂഹം ഇത് ചെയ്യണം. അതിൽ ആരെയും ഒറ്റപ്പെടാൻ അനുവദിക്കരുത്. അത് എക്സ് മുസ്ലിമിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. ഇത് പൊതുസമൂഹം ഏറ്റെടുക്കണം. ഈ മതവിമർശനം, ഈ തരത്തിലുള്ള വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്, മുസ്ലിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയേണ്ട ബാധ്യത ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. അതെല്ലാവരും പറയുന്ന നിലയിലേക്ക് വന്നാൽ അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയൊരു അയവ് വരും. അതിന് മികച്ച ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്ഥലങ്ങൾ വരേണ്ടത്. ആരിഫ് ഹുസൈൻ, ഇപ്പോൾ താങ്കൾ പറയുന്നു പൊതുസമൂഹം രംഗത്ത് വരണം എന്ന് പറയുന്നു. പക്ഷേ ഇസ്ലാം മതതീവ്രവാദികളെ എതിർക്കുമ്പോൾ പോലും അത് ആ സമുദായത്തിനെ ഒന്നടങ്കം എതിർക്കുകയാണെന്നുള്ള രീതിയിലാണല്ലോ അതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലേ?
അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഇവർക്കുള്ള ഇന്ധനം, ഇവർക്കുള്ള ഇത്തരം മത തീവ്രവാദികളുടെ ഇന്ധനം അത് തന്നെയല്ലേ അല്ലേ? അത് മറയാക്കിയല്ലേ ഇവർ തീവ്രവാദമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിരൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വ്യാപകമാകണം. ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോകണം, പറ്റാതെ പോകണം. ഇതാ ഞാൻ പറയുന്നത്. എവിടെ നോക്കിയാലും ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ ജാതീയത എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ എടുത്ത് നോക്കൂ. സമൂഹത്തിൽ ആരാണ് ജാതീയതയെ വിമർശിക്കുന്നത്? ഹിന്ദുക്കൾ അടക്കം വിമർശിക്കുന്നു, മറ്റു മതങ്ങൾ വിമർശിക്കുന്നു, യുക്തിവാദികൾ വിമർശിക്കുന്നു, മതമില്ലാത്തവർ വിമർശിക്കുന്നു, ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾ വരെ വിമർശിക്കുന്നു. അപ്പോ ഇവിടെ ആരെ ചൂണ്ടിക്കാണിക്കും? ഇത് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ അത് അഡ്രസ് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ അതിന്റെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ വിഷയം നിങ്ങൾ എടുക്കാം. ഇത് ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. ഇസ്ലാമിലെ അധ്യാപനങ്ങൾ ആശയപരമായിട്ട് അതിന് ഒരു ബാക്കിംഗ് ഈ പറയുന്ന ഇസ്ലാമിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പൊതുസമൂഹം വരണം. അത് ഏതെങ്കിലും ഒരു സംഘിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസംഖിയോ ആകാതെ മാത്രം അങ്ങനെ നിലനിർത്താതെ നോക്കുക. അത് എല്ലാവരും ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയക്കാർ വരണം ആ രീതിയിലേക്ക്. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിൽ ഇപ്പൊ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ ഉണ്ടായത്? ഉടനെ അദ്ദേഹത്തെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇത് എന്താണ് സംഘ കൂടാരത്തിലേക്ക് ചേക്കേറുന്നതിന്റെ ലക്ഷണമാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ്. ആരെക്കുറിച്ചാ പറയുന്നത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ വലിയ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ വരെ സംഖ്യയാക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ നിരന്തരം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ, ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട് എന്ന് ബെഹ്റ പറയുന്നത് പോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിച്ചാൽ, അവർ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് പറയാൻ സാധിച്ചാൽ അതിന് കുറെ കൂടി വാല്യൂ വരും. ഇത് ഇവിടെ കാണുന്നില്ല. ഇവിടെ എല്ലാവരും തങ്ങളുടെ ജീവനും മറ്റു കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കിയതിനു ശേഷം കംഫർട്ട് സോണിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. യെസ്, കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു സാധനം മാത്രമായിട്ട് മാറുന്നു. ലക്ഷ്യങ്ങൾ അവരുടെ മുന്നിൽ കൃത്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്ന് വരുത്തുക എന്നുള്ളത് മാത്രമായിട്ട് മാറുന്നു. അല്ലാതെ ഇത് ഒരു മാറ്റത്തിന് വഴി മരുന്നിടണം, മുസ്ലിങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നൊരു ചിന്ത അവർക്ക് വരുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ മതത്തിനകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ കോഴിക്ക് പല സാധനങ്ങളും മുളയ്ക്കും. അപ്പൊ ഞാൻ പറയുന്നത് അതിന് കാത്തുനിന്നിട്ട് കാര്യമില്ല. ഇത് പൊതുസമൂഹം ഏറ്റെടുത്ത് പൊതുസമൂഹം പറയുന്ന നിലയിലേക്ക് വരണം. നിങ്ങളുടെ മാധ്യമങ്ങളിൽ അടക്കം ഇത് മാതൃകയാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ തന്നെയാണ്. ഇസ്ലാം മത വിമർശനമൊക്കെ പച്ചയായിട്ട് എക്സ് മുസ്ലിം സാഹിലിനെയൊക്കെ കേട്ട് കാണും. നാഷണൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഡിബേറ്റ് ആണ് അവിടെ. മൗലാനമാര് ഉസ്താദുമാര് വന്നിരുന്നിട്ട്, അതായത് ഓരോ വിഷയത്തിൽ വരുമ്പോൾ അവിടെ ചർച്ചയാണ്. നമ്മുടെ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾക്ക് ഇന്നും അതിന് ത്രാണിയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുവരെ ഒരു ആൾ പോലും ചെയ്തിട്ടില്ല. അത് ഇനിയെങ്കിലും തുടങ്ങണം. ഇതിലെ വിഷയങ്ങൾ കൃത്യമായിട്ട് പച്ചയായിട്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കണം. ഇത് ഏതെങ്കിലും യുക്തിവാദികളുടെ ഏതെങ്കിലും കൂട്ടത്തിൽ ഉള്ളിലോ മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല. പൊതുസമൂഹം ചർച്ചയാക്കണം ഇസ്ലാമിനകത്തുള്ള പ്രശ്നങ്ങൾ. ഇത് തന്നെ പോകാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ ആൽഫബറ്റ് ഇനിയും ബാക്കിയുണ്ട്. പോപ്പുലർ ഫ്രണ്ട് മാറി അടുത്തത് വരും. ആശയം വീണ്ടും അവർ ഉപയോഗിക്കും. അതാണ് ഉണ്ടാവുക.